പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടി വരും. അതിനാൽ പോലീസ് ജാഗ്രത പാലിക്കണമെന്ന് DGP മുന്നറിയിപ്പ് നൽകി. PG പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന് ദൃശ്യങ്ങൾ നൽകേണ്ടി വന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ആർ രാജീവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജീവ്, ഇത് എന്താണ് പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നതെന്ന കാര്യം? ശിശു സൗഹൃദമെന്നും സ്ത്രീ സൗഹൃദമെന്നും ഒക്കെ പറയുമ്പോൾ, ബോർഡ് വയ്ക്കുമ്പോൾ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതിൻ്റെ കൃത്യമായ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പലപ്പോഴും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എന്നല്ല, പക്ഷേ മിക്കയിടങ്ങളിലുമെങ്കിലും പോലീസ് സ്റ്റേഷനുകൾക്കുള്ളിൽ തന്നെ പുതിയ കേസുകൾ ഉണ്ടാകുന്നത് കൂടി സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള എടുത്ത തീരുമാനം ഈ വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ നൽകേണ്ടി വരുമെന്നുള്ളത്. പക്ഷേ DGPയുടെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാണ് പോലീസ് ഒന്ന് ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. കൃത്യമായും വിവരങ്ങൾ എന്താണ്? വീണ, 2023 ഈ സംഭവത്തിന് ആസ്പദമായ വിഷയം നടക്കുന്നത്. അതായത് PG പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹോട്ടലിൽ സംഘർഷമുണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാരെയും അതുപോലെ തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയവരും തമ്മിലായിരുന്നു സംഘർഷം ഉണ്ടായത്. ഇതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഹോട്ടൽ ഉടമയും ജീവനക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇവിടെ വെച്ച് ഹോട്ടൽ ഉടമയ്ക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും മർദ്ദനമേറ്റു എന്നാണ് പ്രധാനമായും ഉയർന്ന പരാതി. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്ന പരാതി മേലുദ്യോഗസ്ഥർക്കുൾപ്പെടെ നൽകിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിരുന്നില്ല. പ്രധാനമായും PG SHO ഉൾപ്പെടെ പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ്. ഇതോടെയാണ് ഈ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ തേടിക്കൊണ്ട് ഇവർ അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയായിരുന്നു. ഇതോടെ വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷനിൽ ഇവർ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ ദൃശ്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ അതിന് തയ്യാറായില്ല. സുരക്ഷാ പ്രശ്നങ്ങളും മാവോയിസ്റ്റ് പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ CCTV ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചത്. എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഇത് പൂർണ്ണമായും അംഗീകരിച്ചില്ല. CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ CCTV ദൃശ്യങ്ങൾ പരാതിക്കാർക്ക് നൽകിയത്. ഇത് പരിശോധിച്ചപ്പോൾ ഈ മർദ്ദനം ഏറ്റു എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് പരാതിക്കാർ ഉന്നയിച്ച വാദം ശരിയാണെന്ന് കണ്ടെത്തി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയതിൽ പറയുന്നത് പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഇനി പൊതുജനങ്ങൾക്ക് നൽകേണ്ടി വരും. അത് ഒളിച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് പ്രചരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പോലീസിനെ മോശമായി ബാധിക്കും എന്നും സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജാഗ്രത പാലിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. മാത്രമല്ല CCTV ദൃശ്യങ്ങൾ നൽകുകയാണെങ്കിൽ അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എത്തുകയും അത് പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സംസ്ഥാന പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് കൂടിയുള്ള ഒരു അറിയിപ്പായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും നൽകേണ്ടി വരും എന്നൊരവസ്ഥയുണ്ട്. അപേക്ഷ നൽകിയാൽ, അതായത് വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പോലീസ് സ്റ്റേഷനുകളിലും ജനമൈത്രി എന്നും സ്ത്രീ സൗഹൃദം എന്നും ഒക്കെ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതല്ല. ആ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഉയരുകയാണെങ്കിൽ അവർക്ക് ഈ CCTV ദൃശ്യങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. അതേസമയം രാജീവ്, ഇത് ഒരു പക്ഷേ ജൂനിയർ സിവിൽ പോലീസ് ഓഫീസർമാർക്കുമൊക്കെ കീഴുദ്യോഗസ്ഥർക്കുമൊക്കെ ആശ്വാസമാകും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം പോലീസിൽ ഈയിടെയായി വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, മേലുദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള പരാതികൾ, ഇതൊക്കെയും നിലനിൽക്കുന്നുണ്ട്. അതുമൊക്കെ പുറത്തു വരാനുള്ള സാധ്യത ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ലഭ്യമാകുന്നതാണ് എന്ന പേടി കൂടി, അല്ലെങ്കിൽ ഒരു വിഭാഗം പോലീസുകാർക്ക് ഒരു ആശ്വാസം കൂടി ഈ ദൃശ്യങ്ങൾ കൈമാറുന്നതിൽ നിന്നും ലഭിക്കുന്നുണ്ട്, DGPയുടെ ഉത്തരവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രാജീവ്, തീർച്ചയായും വേണം. നേരത്തെ സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒരേപോലെ നിർദ്ദേശിച്ചതാണ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ കേരളം ഇതിന് തയ്യാറായിരുന്നില്ല. പകുതി പോലീസ് സ്റ്റേഷനിൽ പോലും CCTV ദൃശ്യങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത് നീട്ടിക്കൊണ്ടുപോയത്. പിന്നീട് കോടതികളുടെയൊക്കെ ഇടപെടൽ ശക്തമായതോടെയാണ് CCTV ക്യാമറകൾ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയതും. ഏതായാലും വീണ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ഈ മേലുദ്യോഗസ്ഥർ, ഈ താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ
വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ നേരത്തെ വ്യാപകമായി ഉയർന്നിരുന്നു. മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും അതുപോലെ തന്നെ പോലീസ് ജോലി മതിയാക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത്തരം ഉദ്യോഗസ്ഥർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയും. അതായത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയാണെങ്കിൽ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ആ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയും. ആ ദൃശ്യങ്ങൾ തെളിവായി എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും അയാളോട് പോലീസ് മോശമായി പെരുമാറുകയും ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശേഖരിക്കാം. ആ ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എത്താൻ കൂടി സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. മാത്രമല്ല മർദ്ദനം ഉൾപ്പെടെ ഉണ്ടാകുകയാണെങ്കിൽ ഈ പോലീസിനെതിരെ ഒരു തെളിവായി ഇത് കോടതിയിലെത്താനുള്ള സാധ്യത കൂടി DGP ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസിനെതിരെയുള്ള തെളിവായി കൂടി ഇത് മാറും എന്നാണ് DGP പറയുന്നത്. ശരി രാജീവ്, ഏതായാലും DGPക്ക് തന്നെ അത്ര ആത്മവിശ്വാസക്കുറവുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ ഒരു പക്ഷേ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങളൊക്കെ ഈ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുകയും അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യപ്പെട്ടാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഉള്ള നടപടികളിൽ DGPക്ക് തന്നെ ആത്മവിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ് പക്ഷേ അദ്ദേഹം ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകാൻ തയ്യാറായാലും. ഏതായാലും നല്ല കാര്യമാണ് ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള ദൃശ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമാക്കും എന്നുള്ളത്.